ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കോട്ടയ്ക്കൽ പുത്തൂരിലേക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പുതിയ ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയ്ക്കൽ പുത്തൂർ ഗ്രൗണ്ടിൽ ജനുവരി 31 മുതൽ തുടങ്ങിയതാണ് ഈ ഒരു എക്സിബിഷൻ. ഇതിൻ്റെ ഏകദേശം ചിലവ് പറയുന്നത് 10 കോടി രൂപയാട്ടോ. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അണ്ടർ വാട്ടർ ടണലും അതുപോലെ തന്നെ റോബോട്ട് ഡോഗും ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടാക്കിയ പൂന്തോട്ടങ്ങളൊക്കെ നമുക്കിതിനുള്ളിലുണ്ട്. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് 150 രൂപയാണ്. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 150 രൂപ എൻട്രി ഫീസാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റോബോട്ട് ഡോഗിനെയും കൊണ്ടായിരിക്കും കേട്ടോ. ഒരു നായക്കുട്ടിയെ പോലെ ചാടി കളിക്കാനും ഒരു പാട്ട് വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ഡാൻസ് ചെയ്യാനും കൈ തരാനൊക്കെ നമ്മുടെ ഈ റോബോട്ട് ഡോഗിനെയും കൊണ്ട് പറ്റും. റോബോട്ട് ഡോഗിനൊക്കെ കണ്ട് ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കി വെച്ച ഒരു ഗാർഡനിലേക്കാട്ടോ. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാട്ടോ. അവർ നല്ല ഭംഗിയിൽ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഗാർഡനിൽ നമ്മുടെ വണ്ടും പൂമ്പാറ്റകളും തുമ്പിയും എല്ലാം ഉണ്ട്. എല്ലാത്തിനും ചലിക്കുന്നുണ്ട് കേട്ടോ അവയെല്ലാം. പൂമ്പാറ്റയെയും തുമ്പിയെയും മാത്രമല്ല ആ ഗാർഡനിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പുലിയെയും അതുപോലെ തന്നെ ആനയെയും ഒക്കെ ഉണ്ട്. നല്ലൊരു കൊമ്പനാനയൊക്കെ അവർ അടിപൊളിയായിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരു കൗതുകം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സിൽ രാവിലെ 2 മണി മുതൽ രാത്രി 10 മണി വരെയും ഹോളിഡേയ്സിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 10 മണി വരെയാണ്. ഈ ഒരു ഈവൻറ്റ് ജനുവരി 31 മുതൽ ഫെബ്രുവരി 20 വരെയാണെന്നാണ് പറയുന്നത്. ഇനി അവർ കൂടുതൽ ഡേയ്സ് എടുക്കുമോ എന്നറിയില്ല. നമ്മുടെ ഗാർഡനിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് കുറച്ച് കടൽ മത്സ്യങ്ങളെ കാണാനാട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മത്സ്യങ്ങൾ നമുക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് സ്രാവുകളാട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്രാവിനൊക്കെ ഇങ്ങനെ ജീവനോടെ കാണാൻ പറ്റുന്നത്. പേരറിയാത്ത ഒരുപാട് മത്സ്യങ്ങളും അതുപോലെ പേരറിയുന്ന ചില മത്സ്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് സ്പോട്ട് ഫിൻ ഫിഷാണ്. ഇതിൻ്റെ മുള്ളുകൾക്ക് ഭയങ്കര വിഷമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ തെരണ്ടിയാണ്. ഇനിയാണ് നമ്മൾ നേരെ പോകുന്നത് അണ്ടർ വാട്ടർ ടണലിലേക്കാണ്. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. നമ്മളതിൻ്റെ മുകളിൽ ഫുള്ള് ഗ്ലോ ഫിഷുകളെയാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര കളറിൽ റെഡ്, ഗ്രീന്, യെല്ലോ അങ്ങനെ ഒരുപാട് കളറിലുള്ള ഗ്ലോ ഫിഷുകളെ നമുക്കവിടെ കാണാൻ പറ്റും. ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മുടെ അരാപ്പായ്മകളാണ്. നല്ല വലുപ്പാട്ടോ ഈ ഒരു അരാപ്പായ്മകൾക്ക്. അതും കൂട്ടത്തോടെയാണ് നടക്കുന്നത്. നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. അണ്ടർ വാട്ടർ ടണൽ കഴിഞ്ഞാലും പിന്നെയും ഒരുപാട് മത്സ്യങ്ങളൊക്കെ പിന്നെയും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ലോബ്സ്റ്ററിനെയും അതുപോലെ സ്റ്റാർ ഫിഷുകളെയും പേരറിയാത്ത ഒട്ടനവധി മത്സ്യങ്ങൾ അതിനുള്ളിലുണ്ട്. അണ്ടർ വാട്ടർ ടണലും അക്വേറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു കൊട്ടാരാണ്. കടലിനടിയിലെ കൊട്ടാരാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ കൺസ്യൂമർ സ്റ്റോളിലേക്കാട്ടോ. ഒട്ടനവധി സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ബുക്സ്, അതുപോലെ കോഴിക്കോടൻ ഹലുവ, കുട്ടികൾക്ക് പറ്റുന്ന ടോയ്സ് എല്ലാം നമുക്ക് വറുത്ത് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാഷ്നട്ട്സും അതുപോലെ ഫാൻസി ഐറ്റംസും. പഴയകാല മിഠായികൾ
ടോയ്സുകളും അതുപോലെ ബുക്സും കാര്യങ്ങളൊക്കെ അതിനുള്ളിലുണ്ട് കേട്ടോ. ഇതിനൊക്കെ വെറും 100 രൂപയാണുള്ളത് ബുക്സിനൊക്കെ. ഇനി അതെല്ലാം കഴിഞ്ഞ് പോയിട്ട് നമ്മുടെ ഇഗ്വാനയുടെയും പാമ്പിൻ്റെയൊക്കെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഇതിനൊക്കെ 100 രൂപയാട്ടോ അവർ വാങ്ങിക്കുന്നത്. കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തുന്നത് ഒരു ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല കേട്ടോ. കപ്പ, മീൻകറി, ബീഫ്, പൊറോട്ട, കൊത്തു പൊറോട്ട, അതുപോലെ പാനിപ്പൂരി, പൂരി, എല്ലാ സംഭവങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഐസ്ക്രീംസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. വയറ് നിറച്ച് മനസ്സ് നിറഞ്ഞ് അവിടെ നിന്ന് പോരാട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കിടക്കുന്നത് ഇങ്ങോട്ടാണ്. യന്ത്രഊഞ്ഞാലും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വരുമ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് വരിക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.